ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷം ആണെന്ന് തോന്നുന്നു ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കുറച്ച് മടിയും കാര്യങ്ങളും പിന്നെ ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷം? ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെറിയ മഴക്കാറ്, പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ എന്നാ പറയണ്ടേ, എല്ലാം എപ്പോഴും ഉള്ള പോലെ ഈ സമ്മറിൽ രാവിലെ ഉള്ള പോലെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താ പക്ഷെ മഴയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ബൈക്കാടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു, ഉണങ്ങി കിടക്കുന്നു, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മളിപ്പോൾ രാവിലെ ഇപ്പം 8 മണി ആയതേ ഉള്ളൂ. ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കുളമൊക്കെ ഒന്ന് കാണാവേ. അല്ല, നമ്മുടെ തക്കാളിയൊക്കെ നല്ല പഴുത്ത് ഏകദേശം അതൊക്കെ ഉണങ്ങാനായി കേട്ടോ. ഇതുണ്ടോ, പുതിയ തക്കാളിയുടെ ചെടികൾ ഇവിടെ തന്നെ ഉണ്ടായതാണ്, നമ്മൾ കുഴിച്ചിട്ടതൊന്നുമല്ല കേട്ടോ. ഇതാണ്ട് നമ്മുടെ പോണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. രാവിലെ ഞാൻ പുട്ടുണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വെറൈറ്റി പുട്ടുണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ നമ്മുടെ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, കോഫി ഉണ്ടാക്കി കുടിക്കാനുണ്ട്. പിന്നെ ഈ ചട്ടപ്പുട്ടിൻ്റെ കൂടെ നമ്മൾ ബീഫ് കറി, അപ്പം നല്ലൊരു കോമ്പിനേഷനാണല്ലോ, അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്നാലും പിള്ളേർ പറയുന്നത് കേട്ടോ, അവർക്ക് ബ്രെഡ് ടോസ്റ്റ് വിത്ത് ബീൻസ്, ടോസ്റ്റ് ആൻഡ് ബീൻസ് ആൻഡ് ടോസ്റ്റ്, അതിവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അത് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ബീൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതല്ലേ അങ്ങനെ പോകുന്ന. നമ്മൾ കയറി വരുന്നത് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കയറി വരുന്നിടത്ത് ആന്തൂരിയം, നല്ല റെഡ് കളറിലുള്ള ആന്തൂരിയായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചീത്തയായി കേട്ടോ. അത് ഒരു വർഷമല്ല, അത് കൂടുതൽ നിന്നെന്ന് പറയാം. പക്ഷെ അങ്ങനെയുള്ള ചെടികൾ മേടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം അതൊക്കെ ഒരു വർഷം അത് കൂടുതൽ നിന്നു കേട്ടോ. എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അതുപോലെ അതിൻ്റെ കൂടെ വേറെ ഒരെണ്ണം മേടിച്ചാണ് ആന്തൂറിയം, അത് മുകളിലിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ്ട് നമ്മൾ വേറെ പൂക്കൾ, വേറെ ചെടികൾ ഈ മിനിഞ്ഞാന്ന് നമ്മൾ മേടിച്ച് വെച്ചാണ്. ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെ ഉണ്ട്, പക്ഷെ ഇത് ഒറിജിനലാണ്. എന്നാ രസമുണ്ടല്ലേ കാണാൻ, നല്ല സൂപ്പറല്ലേ നോക്കി. അപ്പോൾ ഈ ഓർക്കിഡ് കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ നോക്കി. ഇതും നിൽക്കും കേട്ടോ. ഇതും അവരങ്ങനെയാണ് പറഞ്ഞത്, കുറേ മാസങ്ങൾ നിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് പല വെറൈറ്റിയും അല്ലെങ്കിൽ പല കളറുണ്ട്. പക്ഷേ നമുക്ക് വെള്ളയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കയറി വരുന്നിടത്ത് തന്നെ വെള്ളം വെച്ചിരിക്കുന്നതാണ്, നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ കയറി ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കുറച്ച് പുതിയ ഫ്രെയിമുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നെ അടിപൊളിയല്ലേ, നല്ലൊരു സീനറി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ അച്ചാച്ചൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഐഡിയാസാണ് കേട്ടോ. പുള്ളിയാണ് ഇതൊക്കെ നന്നായിട്ട്, പുള്ളിക്ക് നല്ലൊരു കഴിവാണ് ഇതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ മേടിച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം നല്ല ഭംഗിയില്ലേ ഈ ഒരു സീനറി കാണാൻ. അതുപോലെ വേറെ ഒരു 5-6 മേടിച്ചു കേട്ടോ. ആണ് അടുത്തത്. ഇതിൻ്റെയൊക്കെ അകത്തുണ്ടല്ലോ ഇങ്ങനെ എന്നാ പറയണ്ടേ, കുഞ്ഞു കുഞ്ഞു കുപ്പിച്ചില് പോലെ എല്ലാം പതിപ്പിച്ചിട്ടുണ്ട്. അതിപ്പം വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. പക്ഷെ ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം വീടിൻ്റെ ഹോം ടൂർ തന്നെ ഇടാവേ. ഇപ്പം സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് ഇടാത്തത്. കണ്ടില്ലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൂക്കളും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. ഈ പ്ലാന്റ് പണ്ടേ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, ഇത് ചെറുതായിട്ട് അങ്ങ് ഉണങ്ങി തുടങ്ങി. ഇതും എനിക്കൊന്ന് 7 മാസം നിന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഐഡിയയാണ്, സെർമോളുടെ ഒരു പട്ടിക്കുട്ടീനെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ചോട്ടിക്കൊണ്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പം അതിങ്ങനെ പട്ടിക്കുട്ടി ഇങ്ങനെ ഒളിച്ച് നോക്കുന്ന പോലൊരു ഫീലിംഗാണ് എനിക്ക് തോന്നുന്നത്. രസമല്ലേ. അപ്പോൾ നമ്മുടെ പുട്ടും ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കേട്ടോ, നല്ല ഒന്നാം തരം പുട്ട്, നല്ല ബീഫ് കറി കേട്ടോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റും നല്ല കോമ്പിനേഷനാണല്ലോ. അങ്ങനെ ഞാൻ പിള്ളേർക്ക് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് കേട്ടോ.
വേറൊരു പാൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴുകാൻ കിടക്കുന്നതുകൊണ്ട് ഇതിനകത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ചായ കൂടി, ഹസ്ബൻഡ് ചായ കൂടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും പിള്ളേരും കൂടെ കഴിക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ രാവിലെ 8:30 ആവുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിള്ളേർ എണീറ്റ് വരുന്നുള്ളൂ. ഞാനിങ്ങനെയാണ് മറ്റേ നമ്മുടെ ടോസ്റ്റിനകത്ത് ബ്രെഡിനകത്ത് ഇങ്ങനെ നെയ്യൊക്കെ ചേർത്ത്, അധികം നെയ്യ് ചേർക്കാറില്ല കേട്ടോ. ഒത്തിരി നെയ്യ് ചേർക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പിള്ളേർക്ക് പാലിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൊയലച്ചിനെ ഒന്ന് ഇറക്കി വിടണം. അവനതിനകത്ത് തുള്ളിച്ചാടിയാണ് നിൽക്കുന്നത് കേട്ടോ. ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് അറിയാൻ പറ്റും. അവനിങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നത്, മറ്റേ നമ്മുടെ കേജിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന അറിയാൻ പറ്റും കേട്ടോ. കാരണം അവനെ ഇറക്കി വിടാനുള്ള ഇൻഫർമേഷനാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പം നേരം വെളുത്ത് എന്നെ പറഞ്ഞ 8:30 ആയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇറക്കി വിടാത്തത്. കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഒന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോണ്ടല്ലോ അവനൊരു 10 പ്രാവശ്യം സന്തോഷം കൊണ്ടിങ്ങനെ ഊട്ടി വലയും വെക്കും കേട്ടോ. ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോടും വലത്തോടും ഓടും കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് പുള്ളീനെ ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് രാവിലെ ഒരു സംഭവം എത്തി കേട്ടോ. രാവിലെ ഞാൻ ഒരാഴ്ചയായിട്ട് ഓർഡർ ചെയ്ത് കുറച്ച് മാലകളും വളകളൊക്കെയാണ്. അപ്പം ഞാനത് ഒരാഴ്ചയായി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ രാവിലെ ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഷീനിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫോട്ടോയിൽ കാണുമ്പോൾ നല്ലതായിട്ട് തോന്നി. നമുക്കിന്ന് തുറന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് എത്തി, ഒരാഴ്ചക്കുള്ളിൽ എത്തി. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. പറഞ്ഞു കേട്ടിട്ട് 2 ആഴ്ചയൊക്കെ എടുക്കുന്നു, പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ എത്തി. പ്രൈമിലൊന്നും അല്ല ഓർഡർ ചെയ്ത്, സാധാരണയാണ് ഓർഡർ ചെയ്ത്. നമുക്ക് നോക്കാം. അത് നമ്മുടെ സംഭവങ്ങളെല്ലാം തുറന്നു വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നേ. നോക്കട്ടെ. പിന്നെ ഇതൊരു അടിപൊളി മാല കേട്ടോ. നല്ല പിങ്ക് സ്റ്റോൺ കേട്ടോ. നല്ല സ്റ്റോൺസാണ്. ഇതിനെത്രയാ സംതിങ് 5 പൗണ്ടോ 6 പൗണ്ടോ അങ്ങനെ എത്രയും എങ്ങാണ്ടാണ്. അപ്പോൾ ഇത് നല്ല സ്റ്റോണാണ് കേട്ടോ. നമുക്ക് നേരെ ഇതുണ്ടോ, ഇതിപ്പോൾ വെട്ടടിക്കുന്നതുകൊണ്ടാണ് ഇതിപ്പം ക്ലിയർ ആയിട്ട് കാണാത്തത്. ഇത് ശരിക്കും കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ്. നല്ല സ്റ്റോണാണ്. നല്ല നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കാണുന്നതിനെക്കാട്ടും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി മലയാണ് കേട്ടോ. ഇതിനൊരു കുഴപ്പമില്ല. നല്ല ലുക്കാണ്.